ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഈ പേഷ്യൻറ്റിന് സംഭവിച്ച ലോക്കിൽ എന്തെങ്കിലും ഭയപ്പെടേണ്ടതായിട്ടുണ്ടോ? ശരിക്കും ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇനി എന്താണ് ഈ ലോക്ക് ആവാൻ ഉള്ള ആ സന്ധിയുടെ അനാറ്റമി എന്താണ്? അതായത് ചെവിയുടെ ഫ്രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന വാ തുറക്കാനും അടയ്ക്കാനും സഹായിക്കുന്ന ജോയിൻ്റാണ് ടെമ്പറോമാൻഡിബുലർ ജോയിൻറ്റ്. സാധാരണഗതിയിൽ ഇങ്ങനത്തെ ലോക്സ് 2 രീതിയിലാണ് ഉണ്ടാകുന്നത്. അതിലൊന്ന് ഓപ്പൺ ലോക്കും ഒന്ന് ക്ലോസ്ഡ് ലോക്കും. ഓപ്പൺ ലോക്ക് എന്ന് പറഞ്ഞാൽ വാ തുറന്ന് ഇരിക്കുക, അടയ്ക്കാൻ പറ്റില്ല. ക്ലോസ്ഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ വാ അടഞ്ഞ് ഇരിക്കും, തുറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ഈ പേഷ്യൻറ്റിന് സംഭവിച്ചത് ഓപ്പൺ ലോക്കാണ്. എന്തൊക്കെ കൊണ്ടാണ് ഈ ഓപ്പൺ ലോക്ക് ഉണ്ടാകുന്നത്? ഒന്ന്, വായ് വലിയ രീതിയിൽ കോട്ടമിടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ശക്തിക്ക് തുമ്മുക, അല്ലെങ്കിൽ ചുമയ്ക്കുക, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ വായ്ക്കകത്ത് ഭക്ഷണ സാധനങ്ങൾ, ഒരു പരിധിയിൽ കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ വായിൽ വെച്ചിട്ട് ചവയ്ക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹിറ്റ്, ഒരു ഇടി കിട്ടുക. ഇതൊക്കെയാണ് മെയിൻ റീസൺസ് ഈ ഓപ്പൺ ലോക്കായിട്ട് ഇരിക്കാനുള്ളത്. ഈ പേഷ്യൻറ്റിന് സംഭവിച്ച ഓപ്പൺ ലോക്കിൽ വരുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ളത് ഈ കീഴ്ത്താടിയിൽ കൈ വരിഞ്ഞ് പിടിക്കും. ഈ കട്ടപ്പല്ലിൻ്റെ അടുത്ത് നമ്മുടെ തള്ളവരിൽ വെച്ചതിന് ശേഷം താഴേക്കും ബാക്കിലേക്കും കീഴ്ത്താടിയെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റ്. അത് ചെറിയൊരു റൊട്ടേറ്ററി മോഷൻ അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ജോയിൻറ്റിലേക്ക് ആ ഒരു മാൻഡിബുലാർ ഫോഴ്സ്, അല്ലെങ്കിൽ ഈ ജോയിൻ്റ് ഇരിക്കുന്ന ഒരു ചെറിയ ഒരു ഹോള് മാതിരി ഒരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂവ് പോലത്തെ സ്ഥലമുണ്ട്, അതിനെ മാൻഡിബുലാർ ഫോഴ്സ എന്ന് പറയും. ആ ഫോഴ്സിലേക്ക് ഈ ജോയിൻറ്റ് കയറി ഇരിക്കുകയും ചെയ്യും. എന്തൊക്കെയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ചെയ്യേണ്ടത്? ഒരു പേഷ്യൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാറ്റൻസ് ബാൻഡേജ് അല്ലെങ്കിൽ സാധാരണ ഒരു ബാൻഡേജ് നമ്മൾ കെട്ടിവെക്കും. സോഫ്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുക, കട്ടിയുള്ള ഭക്ഷണ സാധനങ്ങൾ ഒരുപാട് കഴിക്കാതിരിക്കുക. കോട്ട് മേടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്നിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കണം. ഒരുപാട് വാ തുറക്കാൻ ശ്രമിക്കരുത്. ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എത്ര വേഗം ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കണം? എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അത്രയും നല്ലത്. കാരണം നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വൈകും തോറും ഈ ജോയിൻറ്റിനും അതിനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മസിൽസിനും നെർവ്സിനും ബ്ലഡ് വെസൽസിനും എല്ലാം ചേഞ്ചസ് സംഭവിക്കും. അപ്പോൾ അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ പിന്നെ വരുമ്പോൾ ചിലപ്പോൾ അത് വലുതായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്.